ഇന്ത്യൻ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടോ? നിങ്ങൾക്കിത് അവസരം ദുബായിൽ ജോലി ചെയ്യാൻ. ദുബായിലോ അബുദാബിയിലോ നിങ്ങൾക്കും ഡെലിവറി ബോയ് ആവാം. ഉടൻ വിസ 15 ദിവസത്തിനുള്ളിൽ. ഓങ്ങല്ലൂരിലെ സ്ക്രാപ്പ് വ്യാപാരം നിയന്ത്രിക്കുന്നത് സർക്കാരിൻ്റെയും MLAയുടെയും നയമല്ലെന്ന് മുഹമ്മദ് മുഹസിൻ MLA. പാർട്ടി അത്തരമൊരു നയം സ്വീകരിക്കില്ലെന്നാണ് തൻ്റെ വിശ്വാസമെന്നും MLA പറഞ്ഞു. CPI മണ്ഡലം സമ്മേളനത്തിൽ സ്ക്രാപ്പ് വ്യാപാരം ഉയർത്തുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ സംബന്ധിച്ച് വലിയ ചർച്ച നടന്നതിന് പിറകെയാണ് MLAയുടെ പ്രതികരണം. സത്യത്തിൽ ഞാൻ പങ്കെടുത്ത യോഗത്തിലല്ല, ഞാൻ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. പക്ഷേ ഇന്നലെ വെള്ളിയാഴ്ചയായിരുന്നു. വെള്ളിയാഴ്ച പള്ളിയുടെ സമയമായതുകൊണ്ട് തന്നെ ഞാൻ പള്ളിയിലേക്ക് പോയ സമയത്താണ് ഈ പ്രസ്തുത പ്രമേയം വന്നിട്ടുള്ളത്. ആ പ്രമേയം അവിടെ നടക്കുന്ന സമയത്ത് ഓങ്ങല്ലൂരിലെ LC സെക്രട്ടറി പ്രശാന്ത്, അതുപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള പ്രിയ പ്രശാന്തൊക്കെ പ്രസീഡിയത്തിലുണ്ട്. അപ്പോൾ അവർ ഇതിൽ ഇടപെട്ടിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെയാണ് ഇത് വന്നിട്ടുള്ളത്. അതേസമയത്ത് ഞാൻ ആ സമയത്ത് വെള്ളിയാഴ്ച ആയതുകൊണ്ട് പള്ളിയിൽ പോയ സമയത്തായതുകൊണ്ട് എനിക്ക് പ്രമേയത്തിൻ്റെ സമയത്ത് ഇടപെടാൻ പറ്റി. ഒരു കാര്യം ഉറപ്പാണ്, സ്ക്രാപ്പ് സംവിധാനം അവിടുത്തെ ആയിരക്കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗമാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം അതിനെ ശാസ്ത്രീയമായി ഏറ്റവും മികച്ച രീതിയിൽ ബൂസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ലക്ഷ്യം. പട്ടാമ്പിയെ സംബന്ധിച്ചിടത്തോളം സ്ക്രാപ്പ് മേഖല ഒരു വലിയ വ്യാപാര സാധ്യതയാക്കിയിട്ട് അതിനെ കൂടുതൽ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഈ പ്രമേയത്തിൽ അവതരിപ്പിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഇല്ല എന്നുള്ളത് കൊണ്ട് എനിക്കതിനെക്കുറിച്ച് കൂടുതൽ പറയാൻ കഴിയില്ല. പക്ഷേ പൊതുവായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ നയം എന്ന് പറയുന്നത് പട്ടാമ്പിയിലും പരിസരത്തുമൊക്കെ ആയിട്ട് ഉപജീവനമായിട്ട് സ്ക്രാപ്പ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതിനെ ഏറ്റവും ആധുനികവൽക്കരിച്ചുകൊണ്ട് കൂടുതൽ സ്ക്രാപ്പിൻ്റെ സാധ്യതകൾ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യം.